സർ, രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി യാത്ര. വോട്ട് ചോരി യാത്ര വലിയ വിജയമാണെന്നും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എന്തോ വലിയൊരു സംഭവമാണ് വോട്ട് ചോരി യാത്രയിലൂടെ വരാൻ പോകുന്നതെന്നും എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വോട്ട് ചോരി യാത്രയെ ബി.ജെ.പി ഡിഫെൻഡ് ചെയ്യുന്നേയില്ല. ബി.ജെ.പി അതിനെതിരായി എവിടെയും ഒന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരായുള്ള ഒരു പ്രതിഷേധങ്ങളോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ ഒന്നും തന്നെയില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ബി.ജെ.പിയും രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി യാത്രയെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന്. ആ രീതിയിലാണ് ബി.ജെ.പി ഇതിനെ ഡിഫെൻഡ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര വളരെ വിജയകരമായി തുടരുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്ക് ഒരു സർവേ ഫലം പുറത്തു വരുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ വളരെ വളരെ താഴ്ന്നു പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് എന്ന തരത്തിൽ. പക്ഷേ മാധ്യമങ്ങളൊന്നും ഈ സർവേ ഫലങ്ങൾ കാണുന്നില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല. പകരം വരുന്നത് രാഹുൽ ഗാന്ധിയും വോട്ട് ചോരി യാത്രയും വലിയ വിജയമാണെന്നാണ്. അതിനിടയ്ക്ക് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, വോട്ട് ചോരി യാത്രയെ ബി.ജെ.പി ഡിഫെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനുമാണോ അതുമല്ലെങ്കിൽ ബി.ജെ.പിക്കാണോ മുൻതൂക്കം ലഭിക്കുക? മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഈ ഒരു ഗ്രാഫിൽ വലിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് എന്ന തരത്തിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന സർവേ ഫലത്തിന്റെ ആ ഒരു റിപ്പോർട്ടിനെയും നമുക്ക് എങ്ങനെ കാണാം? രണ്ട് ചോദ്യങ്ങൾ പ്രശാന്ത് സർ. അപ്പൊ ഇപ്പം പ്രധാനമായിട്ടും വോട്ട് ചോരി യാത്രയാണ്. അതായത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ പ്രചരണം അല്ലെങ്കിൽ വലിയൊരു സമരം അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ. അത് ഗവൺമെന്റ് നമ്മള് എളുപ്പത്തിൽ പറഞ്ഞാൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നതിനകത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പം അത്തരത്തിലൊരു ഭരണഘടനാ സംവിധാനത്തെ കൃത്യമായിട്ട് അവഹേളിക്കുകയാണ്. കാരണം അവര് എടുത്തൊരു പരാതിയോ കോടതിയോ ഒന്നും സമീപിക്കാതെ അവര് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ ഞങ്ങളടുത്ത് രേഖാമൂലം പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പരാതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടുപോലും അതിനെയൊന്നും വകവയ്ക്കാതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അതിനകത്ത് ആദ്യം ബീഹാറിലാകുന്നു, അതിനുശേഷം പല സംസ്ഥാനങ്ങളിൽ പോകുന്നു. അപ്പം ബീഹാറിൽ തന്നെ ഈ യാത്ര പരാജയമായിരുന്നു. ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ യാത്ര വലിയ വിജയമായിരുന്നു പറയുന്നത്. ആ യാത്രയ്ക്കകത്ത് ആളില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് കഴമ്പില്ലെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായിട്ട് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സുകാർ പോലും ഇതിന് പ്രത്യക്ഷത്തിൽ പറയാതെ പരോക്ഷമായിട്ട് പറഞ്ഞു പോകുന്നല്ലോ. പ്രത്യക്ഷമായിട്ട് കർണാടകയിൽ നിന്ന് ഒരു മന്ത്രി തന്നെ ഉറക്കെ പറഞ്ഞ അയാളുടെ മന്ത്രിസ്ഥാനമൊക്കെ പോയി. ഞാൻ അതവിടെ നിൽക്കട്ടെ. അപ്പം അതിനകത്ത് അതുപോലെ തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട് ഒരു സർവേ ഫലം. സർവേ ഫലത്തിനകത്ത് കേരളത്തിൽ നിന്ന് പറയുന്നത് കേട്ടാൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ഗുണം ചെയ്തു. രണ്ടാമത് ബി.ജെ.പിക്ക് വോട്ട് ഷെയർ കൂടും, 300 സീറ്റ് ഇപ്പൊ കിട്ടുമെന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. കാരണം 242 സീറ്റിൽ നിന്ന് 262 കരുത്തം കണക്കിന് അറിയത്തില്ല, എന്തായാലും 260 പുറത്ത് സീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ബി.ജെ.പിക്ക് മാത്രം ഒറ്റയ്ക്ക് എൻ.ഡി.എക്ക് 300 കൂടുതലുണ്ട്. അപ്പം അത് അല്ല അവർ കണക്കാക്കുന്നത് ബി.ജെ.പിക്ക്. അപ്പൊ അവിടെയും ഒരു കുറവ് അല്ലെങ്കിൽ കുഴപ്പം കണ്ടെത്തുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ. അപ്പം ഇതിനകത്ത് നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഇത് ബി.ജെ.പിക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ. സർവേയുടെ കാര്യമല്ല, വോട്ട് ചോരി യാത്രയായാലും അതിനുശേഷം സർവേ നമുക്ക് അതിന്റെ കൂടെ തന്നെ ബി.ജെ.പി ഗുണമേ ചെയ്യത്തുള്ളൂ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു യാത്രയ്ക്കകത്ത്. കാരണം ഇതിനകത്ത് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. കാരണം വളരെ വളരെ വലിയ വലിപ്പത്തിൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ആദ്യമേ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു കാര്യമുണ്ട്, ആർക്കും അറിയത്തില്ലായിരുന്നു. 2014 അദ്ദേഹം ഏറ്റവും ആദ്യം ആരും അറിയാതെ അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റ്, അതായത് ഒരു രാജ്യത്തിന്റെ 140 കോടി ജനങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 100-ൽ പുറത്ത് കൂടി, ഇപ്പൊ 140 എന്ന് പറയാമായിരിക്കും, അന്ന് 10 കൊല്ലം 11 കൊല്ലം മുമ്പ് ഏതായാലും ഒരു 10 കോടി ജനം കുറവ് കാണും, അല്ലെ പോട്ടെ, 140 കോടി ജനത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് മോദി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ പലവട്ടം മോദി രാഷ്ട്രീയക്കാരനാണല്ലോ അദ്ദേഹം പലവട്ടം അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇതിനകത്ത് പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കകത്തെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ വോട്ടിനകത്ത് മോദി നോക്കിയപ്പോൾ പലയിടത്തും പല സംസ്ഥാനങ്ങളിലും വോട്ട് അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ പെട്ടെന്ന് വോട്ട് കൂടുന്നു. ആ വോട്ട് കൂടുന്നതിന്റെ ആ വോട്ടിനെ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ആ വോട്ട് കൂടുന്നത് ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് എങ്ങനെ വോട്ട് കൂടുന്നത്?
ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടായാൽ 18 വയസ്സാകുമ്പോൾ അവനെ വോട്ടർ ലിസ്റ്റ് ചേർത്തു. അതിന്റെ അവന്റെ അഡ്രസ്സ് നോക്കുമ്പോൾ അവൻ അച്ഛനുണ്ട് അമ്മയുണ്ട്. മറ്റേ ഇത് കൃത്യമായ ഒരു പേരും മേൽവിലാസവും അല്ല, അത് ഐഡന്റിറ്റി പുറകോട്ട് പരിശോധിക്കുമ്പോൾ ആരുമില്ലാതെ വോട്ടുകൾ ക്രമാതീതമായിട്ട് ചില പ്രദേശങ്ങൾ കൂടുന്നു. അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാകുന്നു, ചില പ്രത്യേക മേഖലകളാകുന്നു. ആ മേഖലകളിൽ പരിശോധിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ സാമീപ്യം കൂടുന്നു. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാജ്യദ്രോഹികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമരങ്ങൾ, അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, ആ രീതിയിലുള്ള പഠനങ്ങൾ, എല്ലാ രീതിയിലും രാജ്യത്തിനകത്ത് അനുവദിക്കേണ്ടാത്ത രീതിയിലേക്കുള്ള പ്രചരണവും അത്തരത്തിലുള്ള പ്രവർത്തനവും ഒക്കെ കൂടി വരുന്നതായിട്ട് വന്നു. അപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ക്രമക്കേടുണ്ടെന്ന് കണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലിയർ ചെയ്യാൻ തീരുമാനിക്കും. ക്രമക്കേടെന്ന് പറഞ്ഞാൽ ഓരോ വോട്ട് ഇരട്ടിപ്പ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാരന് ഒരു 2 വോട്ട് ചെയ്യുന്നതല്ല, അത് തെറ്റ് തന്നെ. ഇന്ത്യക്ക് ഭാഗമല്ലാതെ നിൽക്കുന്ന, ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇന്ത്യക്കകത്ത് കയറി വ്യാജമായിട്ട് കാർഡുകളും സംവിധാനങ്ങളും ഉണ്ടാക്കി അവരെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് വിന്യസിച്ച് വോട്ട് ചെയ്യിക്കുന്നു. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് അത് ഉതകുന്നതിനപ്പുറം അത് തന്നെ വലിയൊരു പ്രശ്നമല്ലേ. അതിനപ്പുറം ഏതൊരവസരത്തിലും ഇന്ത്യക്കെതിരെ ഏത് കലാപം ഉരുത്തിരിക്കുന്നതിനും ഇവരെ പരിശോധിക്കുമ്പോൾ, അതായത് അവരെ ഉപയോഗിക്കാൻ പ്രാപ്തമാണെന്നത് മനസ്സിലാവുന്നു. അത് രോഹിംഗ്യന്റെ രൂപത്തിലായാലും ബംഗ്ലാദേശികളുടെ രൂപത്തിലായാലും ഒക്കെയാണ്. അപ്പം അതാണിപ്പം ഈ ഏറ്റവും അവസാനം ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ തുടക്കം കുറിച്ചത്. കാരണം ഇവിടുന്ന് ഇന്ത്യക്ക് അകത്തു നിന്നുള്ള അനധികൃതമായിട്ടുള്ള ആൾക്കാരെ പുറത്താക്കാൻ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനകത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി, കള്ളപ്രചരണം ഉണ്ടാക്കി ആ നിയമം കൃത്യമായിട്ട് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്ന പ്രതിപക്ഷം. അന്ന് നമ്മൾ കണ്ടതാ. ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി, അല്ലെങ്കിൽ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനകത്തുനിന്ന് ഇവിടുത്തെ അല്ലാത്തവരെ പുറത്താക്കുന്നതിന് അന്നും ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കലാപം ഉണ്ടാക്കി ആ കലാപം അടിച്ചമർത്തുകയൊക്കെ ചെയ്തു. അപ്പൊ അത് തന്നെ അതിനുശേഷം അത് കൃത്യമായിട്ട് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അതിന് കൃത്യത വരുത്തിയിട്ട് ആരാണ് ഉള്ളത്, ആരാ ഇല്ലാത്തതെന്ന് സംസ്ഥാന ഗവൺമെന്റുകൾ പോലും അവരെ വേർതിരിച്ച് കാണിക്കാനും കൊടുക്കാനും അല്ലെങ്കിൽ അത്തരം പുറത്താക്കാനും നിൽക്കാത്ത ഒരവസ്ഥയുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ നോക്കിയപ്പോൾ ആ രീതി ക്ലിയർ ചെയ്യാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷനെ വെച്ചിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഓക്കെ ആവും. ദീർഘമായിട്ടും നല്ല വൃത്തിയായിട്ടും പരിശോധിച്ചാൽ മതി. വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കണം തീരുമാനിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യത്തിലാണല്ലോ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ വീടുകൾ കയറി ആൾക്കാർ തിരയുന്നത്. അപ്പൊ അവർക്കൊന്നും അതിനകത്ത് ഇവിടുത്തെ അല്ല എന്ന് വ്യക്തത വന്നു കഴിഞ്ഞാൽ ആണ് എന്ന് പറഞ്ഞൊരു സമരത്തിന് വേണ്ടി നടക്കത്തില്ല. അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഈ പറയുന്ന കള്ളപ്രചരണം നടത്തി, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിനെതിരായി, അല്ലെങ്കിൽ ഇത്തരം അഴിമതി ഉണ്ടെന്ന് കാണിച്ച് ഈ പറയുന്ന ഇന്ത്യയിൽ പലവട്ടങ്ങളിലും ഇന്ത്യയുടെ കുഴപ്പ സമയത്ത്, ഇന്ത്യ പ്രതിസന്ധികളെ നേരിടുന്ന സമയത്ത് ഇതുപോലെ പല മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് കലാപം ഉണ്ടാക്കുന്ന ഒരു നേതാവ് ഇപ്പം ഈ അവസരത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കൂടെ ഇവിടുത്തെ താരിഫ് വിഷയത്തിൽ ഇന്ത്യ ആലോചനയിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി വരാൻ പോകുന്ന സമയത്ത് ആഭ്യന്തരമായിട്ടൊരു വിഷയം കൂടി ഉണ്ടാക്കാൻ സമയം ഇതാണെന്ന് കണ്ടെത്തി ഈ പറയുന്ന ബീഹാറിൽ 11 ലക്ഷം, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ അനധികൃതമായിട്ട് ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളെ ഇന്ത്യയിൽ പാർപ്പിച്ചവരെ പുറത്താക്കുകയും അവർക്കിടയിൽ ഒരു സമരം ഉരുത്തിരിയും, അല്ലെങ്കിൽ ഒരു കലാപം ഉരുത്തിരിയുകയും ചെയ്യുമ്പോൾ ഈ കള്ളപ്രചരണം കൊണ്ട് ഇന്ത്യയിൽ മൊത്തം വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകൾ ഉള്ളത്, അല്ലെങ്കിൽ വോട്ട് തിരിമറിയാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി തന്നെ ഇതേ പ്രദേശത്ത് എന്ന് അവിടുന്ന് ഇത്തരത്തിൽ തിരിമറിയിൽ കൂടി വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയവരുടെ കൂടെ കൂട്ടി അവരെ സമരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ, അതായത് കലാപ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം അതൊന്നും വകവയ്ക്കാതെ ഗവൺമെന്റ് അതെല്ലാം തരണം ചെയ്ത് ഗവൺമെന്റ് അതിന്റെ വഴിക്ക് നീങ്ങുന്നുണ്ട്. ആ രീതിയിൽ കുഴപ്പങ്ങൾ വരുമെന്ന് കണ്ടു തന്നെയാണല്ലോ ഗവൺമെന്റിന് ഇറങ്ങിയത്. അപ്പൊ അതൊക്കെ അതിന്റെ രീതിയിൽ പോകുന്നു. അപ്പം ആ സമയത്തും വോട്ടേഴ്സ്, ഞാൻ പറഞ്ഞു വന്നു, വോട്ട് ചോരി യാത്ര നടത്തുകയാണ്. വോട്ട് ചോരി യാത്ര നടത്തട്ടെ. നടത്തി കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആവും. ഇയാൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ഈ പറയുന്ന മോദി ചെയ്ത് ക്ലിയർ ആയി കഴിയുമ്പോൾ 2029 വേറൊരു സർക്കസ് ഇവിടെ നടക്കും. 2029 ആകുമ്പോഴത്തേന് മണ്ഡല പുനർനിർണയം വരും. അതിനാണ് ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നത്. മണ്ഡല പുനർനിർണയം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള ഇന്ത്യക്കാരല്ലാത്തവരുടെ വോട്ടും മാറ്റി മണ്ഡല പുനർനിർണയം കൂടെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മണ്ഡലം കൂടും. ബീഹാറിൽ കൂടും, യു പി കൂടും, ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാളിൽ കൂടും,
എല്ലായിടവും കൂടും, കേരളത്തിൽ കൂടും, തമിഴ്നാട്ടിൽ കൂടും, അവിടുത്തെ ജനസംഖ്യ അനുപാതത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ഇത് വെച്ചിട്ട് കൂടും. കുറയാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം അത് വലിയ വലിപ്പത്തിൽ ഒരു ലോസ് ആവുന്നുണ്ട്, 25 ലക്ഷം പേര് 30 പേരൊക്കെ വന്നാലേ വരത്തുള്ളൂ. അതിന്റെ ഡീറ്റെയിലിംഗ് ഞാനിപ്പോ പറയുന്നില്ല. ഏതായാലും എല്ലായിടവും കൂടും. കൂടുമ്പോൾ ഈ പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടും, അല്ലെങ്കിൽ തെക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടും. അവിടെ എല്ലാം കൂടി വരുമ്പോൾ ഈ പറയുന്ന സ്വാധീനം ഇപ്പൊ ഉള്ള ബി അങ്ങനെ പരിശോധിക്കുമ്പോൾ പിന്നെ ബി തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് ഇതൊരു പൂർണ്ണ പരാജയമാണ്. അവരാഗ്രഹിക്കുന്നത് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആരോ ഇദ്ദേഹത്തെ ഈ രീതിയിലുള്ള ഒരു കലാപം ഉണ്ടാക്കി ജനത്തിനെ ഉരുത്തിരിച്ചു കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിടുന്ന ഒരിക്കലും ഗുണം ചെയ്യത്തില്ല. ഇത് തന്നെയാണ് ഈ പറയുന്നത് പോലെ ഇയാൾ പൊതുവെ എടുത്തിരിക്കുന്ന മുദ്രാവാക്യം. എന്തെങ്കിലും കുഴപ്പം വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പം എന്ന് പറഞ്ഞാൽ കുഴപ്പം മോദി 2014 തീരുമാനിച്ചത് ക്ലിയർ ആണ്. ആ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷം പ്രധാനമായിട്ടും അവർക്ക് വോട്ട് കിട്ടുന്ന, അവരുപയോഗിച്ചുകൊണ്ടിരുന്ന, അവർ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇവിടുത്തെ രോഹിംഗ്യങ്ങളെയും ബംഗ്ലാദേശികളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി സുതാര്യമായ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുന്ന ജനാധിപത്യത്തിൽ കൂടി, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ജനനേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ഇപ്പൊ ബീഹാറിൽ തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചിടത്തും, അല്ലെങ്കിൽ അതിർത്തി ജില്ലകൾ 4 പൂർണ്ണമായിട്ട് ഈ പറയുന്ന രോഹിംഗ്യങ്ങളും ബംഗ്ലാദേശികളും ഉണ്ട്. അവിടെ ആരാ ജയിക്കുന്നത്? ഓവൈസിയുടെ പാർട്ടി അറിയാമല്ലോ. പശ്ചിമ ബംഗാളിലെ അവസ്ഥ അറിയാമല്ലോ. 6 ജില്ലകളിൽ 42 നിയമസഭാ സീറ്റുകളുണ്ട്. ഈ പറയുന്ന അവർ പൂർണ്ണമായിട്ടും ഈ ബംഗ്ലാദേശികൾ കൈയടക്കിയിരിക്കും. അവിടെ ആരാ ജയിക്കുന്നത്? മമതാ ബാനർജിയാണ്. അപ്പം ഇതേ രീതിയിലൊക്കെ മാറ്റം വരും. പിന്നെ രണ്ടാമത് സർവേ, ഇന്നലെ വന്ന സർവേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ബീഹാറിൽ പരിശോധിക്കുമ്പോൾ വോട്ട് ഷെയർ 45 തൊട്ട് 50% വരും. അപ്പൊ അവിടെ വോട്ട് ഷെയർ അത്രയും വരുന്നത് ആരാ ജയിക്കാൻ പോകുന്നത്? NDA തന്നെ ജയിക്കുന്നത്. ഇന്ത്യയുടെ വോട്ട് ഷെയർ ആയിരുന്നല്ലോ അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബി മുൻതൂക്കമുണ്ട്. 240 260 വരും. അല്ലെങ്കിൽ മൊത്തത്തിൽ NDAയുടെ വരുമ്പോൾ 300 പുറത്ത് 325 സീറ്റ് വരും. അപ്പം ആർക്കാണ് മുന്നേറ്റം? മറ്റവരുടെ 208 കുറയും. എന്ന് പറയുന്നിടത്താണ് മോദിയുടെ ഗ്രാഫ് കുറഞ്ഞെന്ന്. 2014 ഈ പറയുന്ന മോദിയുടെ ഗ്രാഫ് എത്രയാണെന്ന് അറിയാം? 72%. അതിനുശേഷം ഈ പറയുന്നപ്പോഴെല്ലാം പരിശോധിക്കുമ്പോൾ 65, അല്ലെങ്കിൽ 60-നും 62-നും 58-നും ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്തോ കേറി ഇറങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കൂടിയെന്ന് കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മാധ്യമം കൂടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇദ്ദേഹത്തിന് 23%, അല്ലെങ്കിൽ അത്രയും ശതമാനം, 23.1 ഇപ്പൊ അത് 28 കൂടി. ശരിയാ. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് വെച്ചൊരു സർവേ വന്നായിരുന്നു. അന്ന് ഇയാളുടെ ഈ പറയുന്നത് പോലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഒരു സർവേ, അത് ഇവിടെ പറയുന്നില്ല. കാരണം കൃത്യമായിട്ട് പറയാത്തത് എന്തിനാണ്? ആഗ്രഹിക്കുന്ന പോലെ വർത്തമാനം പറയണം. എങ്ങനെ വന്നാലും മുമ്പിലാണേലും, അല്ലെങ്കിൽ എല്ലാത്തിനും മുമ്പിലാണേലും പുറകിലാണെന്ന് കാണിക്കേണ്ട ഒരു അജണ്ട കേരളത്തിലുണ്ടല്ലോ. കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം അനുഭവം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇലക്ഷന് 23% വന്നു. അതിനുശേഷം ഇപ്പോഴത്തെ സർവേക്കകത്ത് 28%. ശരി, രാഹുൽ ഗാന്ധിയുടെ ശതമാന കണക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണയുടെ കണക്ക് കൂടി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്നേക്കുന്ന ഒരു സർവേ ഉണ്ടായിരുന്നു, ഇവര് തന്നെ നടത്തി. അതിനകത്ത് 32%. അപ്പൊ 23-ൽ നിന്ന് 32-ൽ വന്ന ആള് 28-ലേക്ക് വന്നപ്പോൾ കുറഞ്ഞതാണോ കൂടിയതാണോ? മോദിയുടെ കാര്യത്തിൽ ഇത് ഈ 62 ഉള്ളത് 58 കുറയും. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ 32-നിന്ന് 28 കൂടും. ഇത് കേരളത്തിൽ. അപ്പൊ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ ജയിപ്പിച്ചതും മോദിയെ തോൽപ്പിച്ചത്. അതുപോലെ സംസ്ഥാനങ്ങളുടെ കാര്യം നമ്മൾ ഇതിനകത്ത് പരിശോധിക്കണമല്ലോ. സംസ്ഥാനങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളായിട്ട് വരുന്ന 5 സംസ്ഥാനത്തിനകത്ത് ഒരു സംസ്ഥാനമേ ഉള്ളൂ, ജാർഖണ്ഡ് മാത്രമേ ഉള്ളൂ ഈ പറയുന്നത് പോലെ BJPക്ക് അല്ലാതായിട്ടുള്ളത്. അതായത് ഇതിനകത്ത് ദേശീയവാദവും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിന്ദൂരും ഒക്കെ അടുത്ത പ്രാവശ്യം എങ്ങനെ മോദിക്ക് ഗുണം ചെയ്യും എന്നുള്ളതിന് ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ ശതമാന കണക്കിൽ മുമ്പ് വന്നേക്കുന്ന മുഖ്യമന്ത്രി ആരാന്നറിയോ? നമ്മുടെ ആസാം മുഖ്യമന്ത്രിയാ ഹിമന്ത് ബിശ്വ ശർമ്മ. അദ്ദേഹം എന്താ പറയുന്നത്? ബംഗാളാശിലെ ഞാൻ പുറത്താക്കും, ഇന്ത്യ വിരുദ്ധരെ പുറത്താക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന അനധികൃത മുസ്ലിങ്ങളെ പുറത്താക്കും. കർശനമായ നിലപാട്. പാകിസ്ഥാനെതിരെ, ബംഗ്ലാദേശിനെതിരെ. ഈ പറയുന്ന ദേശീയവാദം ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അയാൾ എത്രാമത്തെ ശതമാനം? അയാൾക്ക് 1-ാമത്തെ ശതമാന കണക്ക് അയാൾക്കാ ഉള്ളത്. ഏതാ? 44.6%. പിന്നെ രണ്ടാമത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാല് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, മൂന്നാമത് വന്നേക്കുന്നത് ഹേമന്ത് സോറൻ. അത് അല്ലല്ലോ, കോൺഗ്രസ് അല്ല, കോൺഗ്രസ് സഖ്യമാണ് ഹേമന്ത് സോറൻ. പിന്നെ നാലാമത് വന്നേക്കുന്നത് ഗുജറാത്ത് 40.7, അഞ്ചാമത് വന്നേക്കുന്നത് യോഗി, അത് 40.4. അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ 5 മുഖ്യമന്ത്രിമാരെ പരിശോധിക്കുമ്പോൾ 4 പേര് ഈ പറയുന്ന BJPയുടെ ഭാഗത്താ. അപ്പം BJPയുടെ, അപ്പം കേരളത്തിൽ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു?
അല്ലെങ്കിൽ ആ രീതിയിൽ പരിശോധിക്കും. പിന്നെ ഓരോ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലെ കേരളത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ ഓരോ ദിവസവും ഡീറ്റെയിലിംഗ് ആയിട്ട് പുറത്ത് വരുമെന്നാണ് പറയുന്നത്. അതുപോലെ യു പിയില് കഴിഞ്ഞ ഇലക്ഷന് ശേഷം യു പിയിൽ 44% വർധന വന്നിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ നടത്തിയ 40 സീറ്റിൽ അവർ പറയുന്നത്. അപ്പൊ യു പിയിലെ സ്ഥിതി മാറിയില്ലേ? ബി ജെ പിയുടെ ഇലക്ഷൻ ഈ 2024 ഇലക്ഷൻ ശേഷമുള്ള സ്ഥിതി മാറിയില്ലേ? അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയും കോൺഗ്രസും മുന്നേറുമെന്ന് പറഞ്ഞിരുന്നു. മറ്റു ഘടകകക്ഷികളുടെ കാര്യത്തിൽ പോക്കടിച്ചു. ബി ജെ പിയും കോൺഗ്രസും ബി ജെ പിയുടെ കൂടെ മുന്നേറുമെന്നല്ല, ഇന്നത്തെ ഘടകകക്ഷികൾ എന്ന് പറയുന്ന യുവാൽ താക്കറുടെ പാർട്ടിയൊക്കെ പോയി. അതാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഹരിയാനയിൽ കോൺഗ്രസ് മുൻതൂക്കം ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഹരിയാനയിലാണ് മുൻതൂക്കം പറയുന്നത്. അവിടെ ഇപ്പം ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ജയിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മൊത്തത്തിൽ ഈ രാഹുൽ ഗാന്ധി മുന്നേറി രാഹുൽ ആണ് ജയിച്ചു നിൽക്കുന്നത് എന്നൊക്കെയുള്ള പ്രചരണം, അല്ലെങ്കിൽ ബി ജെ പി കുഴപ്പം പറ്റി, അല്ലെ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് കുറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണത്തിനകത്ത് ഞാൻ ഈ പറഞ്ഞു വന്നത്, മൊത്തത്തിൽ ആവശ്യമുള്ളവർക്ക് പരിശോധിക്കുമ്പോൾ ഒരു കുറവും സംഭവിച്ചിട്ടില്ല, മുന്നേറ്റം തന്നെയാണ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ എന്തെല്ലാം ഉണ്ടെങ്കിലും കുറവ് വരുന്ന, അല്ലെങ്കിൽ കുറച്ച് കാണിക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള മാധ്യമങ്ങളും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ആ രീതിയിലാണ് രാഹുൽ അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, മോദിയെക്കാട്ടിൽ മുന്നിൽ എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം നടത്തിയത്. ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്രയും, അല്ലെങ്കിൽ നീതു ചോദിച്ചതുപോലെ ഇപ്പോഴത്തെ സർവേ ഫലങ്ങളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയേ ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ ബി ജെ പി ആഗ്രഹിക്കുന്ന കാര്യം തന്നെയായിരുന്നു. രാഹുലിന്റെ സമരം കൊണ്ട് വളരെ സുതാര്യമായിട്ടും വളരെ എളുപ്പത്തിലും പ്രതിഷേധമില്ലാതെ നടപ്പാക്കാൻ സാധിക്കും. 2029 മുമ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞ സെൻസസ് പൂർത്തീകരിച്ച് മണ്ഡല പുനർനിർണയത്തിനകത്ത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും ഈ വോട്ട് ചോരി യാത്ര. അതിനകത്ത് വോട്ട് ചോരി യാത്ര എത്രത്തോളം പരാജയമാണെന്ന് അത് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് വിലയിരുത്തി പോകുന്ന മാധ്യമങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്ത് വോട്ട് ചോരി യാത്ര പരാജയം വരത്തില്ല. എത്ര പരാജയപ്പെട്ടാലും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് ഭയങ്കര വിജയം എന്നുള്ള രീതിയിലേക്ക് വാർത്ത കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമേ നടത്തുള്ളൂ. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്. ഈ വോട്ട് ചോരി യാത്രയും അല്ലെങ്കിൽ ഈ സർവേ ഫലയും ഒക്കെ ദീർഘമായിട്ട് വരച്ചു വയ്ക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ ഗുണമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ബി ജെ പി വളരെ വലിയ മുന്നേറ്റത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ ബി ജെ പി ഒരുപക്ഷെ ഈ പറയുന്ന സർവേക്ക് അപ്പുറമൊക്കെ ബി ജെ പിക്ക് 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നതായിട്ടാണ് നമുക്ക് പരിശോധനയിൽ കൂടി മനസ്സിലാവുന്നത്. അത്തരത്തിൽ ബി ജെ പിക്ക് വലിയ മുൻതൂക്കം ലഭിക്കും. ഒപ്പം കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഗ്രാഫിൽ വലിയൊരു മാറ്റമുണ്ടാവും. എല്ലാവരും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനെ, ബി ജെ പിയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും സാധിക്കാതെ അവർ സ്വയം പരാജയം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ വോട്ട് ചോരി യാത്ര കഴിയുമ്പോഴേക്കും രാഹുൽ ഗാന്ധിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകും എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.